മന്ത്രിമാറ്റം ഉടൻ ഉണ്ടാവില്ല. എ.കെ. ശശീന്ദ്രൻ തന്നെ മന്ത്രിയായി തുടരും. കാത്തിരിക്കാൻ നിർദ്ദേശം നൽകി മുഖ്യമന്ത്രി NCP നേതാക്കളുമായി നടത്തിയ ചർച്ചയിലാണ് നിർദ്ദേശം നൽകിയത്. മന്ത്രി എ.കെ. ശശീന്ദ്രനും PC ചാക്കോയും തോമസ് കെ തോമസും ചർച്ചയിൽ പങ്കെടുത്തു. കൂടുതൽ വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേർന്നുണ്ട്. പ്രജിത്ത്, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? പ്രജിത്ത NCPയിലെ മന്ത്രിമാറ്റം സംബന്ധിച്ച നേരത്തെ നിർണായകമായ ചർച്ചകൾ നടന്നിരിക്കുന്നു. എന്നിരുന്നാൽ കൂടിയും ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഒരു നിർദ്ദേശം വന്നിരിക്കുകയാണ്. എന്താണ് മറ്റു വിവരങ്ങൾ? എ.കെ. ശശീന്ദ്രൻ മന്ത്രിയായി തുടരട്ടെ എന്നുള്ളതാണ് NCP നേതൃത്വത്തോടുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രി സ്വീകരിച്ച നിലപാട്. മന്ത്രിസ്ഥാനം മന്ത്രിമാറ്റം ഉടൻ വേണ്ട എന്നുള്ളതാണ് നിർദ്ദേശം. കുറച്ചുകൂടി കാത്തിരിക്കൂ എന്നുള്ളതായിരുന്നു മുഖ്യമന്ത്രി നേതാക്കളെ അറിയിച്ചതിൽ മറ്റൊരു ശ്രദ്ധേയമായ കാര്യം, ഈ ശശീന്ദ്രനെ മാറ്റി മന്ത്രിസ്ഥാനത്തേക്ക് വരാൻ നിന്ന തോമസ് കെ തോമസിന്റെ കാര്യത്തിൽ മുഖ്യമന്ത്രി ഒരു സംശയം പ്രകടിപ്പിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മുൻപ് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള വിവാദങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയായിരുന്നു ആ ഒരു നിലപാട്. അതായത് ഈ ആലപ്പുഴ ഭാഗത്തൊക്കെ തോമസ് കെ തോമസുമായി ബന്ധപ്പെട്ട് ചില കേസുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇക്കാര്യത്തിലൊക്കെ വിശദീകരണം നൽകാൻ തോമസ് കെ തോമസ് ഒരു ശ്രമം നടത്തിയെങ്കിലും കാര്യമായി ശ്രദ്ധിക്കാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല. ഇപ്പോൾ ഇങ്ങനെ തുടരട്ടെ എന്നുള്ളതായിരുന്നു മുഖ്യമന്ത്രി ഈ നേതാക്കളെ അറിയിച്ചത്. അതായത് 20 മിനിറ്റ് മാത്രമാണ് ഒരു മുന്നണിയിലെ ഒരു പ്രധാനപ്പെട്ട ഘടകകക്ഷിയിലെ പ്രധാന നേതാക്കൾ വന്ന് ഇത്തരമൊരു ചർച്ച നടത്തിയെങ്കിലും മുഖ്യമന്ത്രി അവരുമായി കൂടിക്കാഴ്ചയ്ക്കുള്ള സമയം അനുവദിച്ചു. അപ്പോൾ തന്നെ ഈ യോഗം അവസാനിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ മുഖ്യമന്ത്രി നൽകിയ നിർദ്ദേശം ദേശീയ അധ്യക്ഷനെ അറിയിക്കും എന്നുള്ളതാണ് PC ചാക്കോ മുഖ്യമന്ത്രിക്ക് നൽകിയ മറുപടി എന്ന് പറയുന്നത്. എന്തായാലും ഈ തോമസ് കെ തോമസിന്റെ കാര്യത്തിൽ PC ചാക്കോയൊക്കെ സ്വീകരിക്കുന്ന നിലപാട് കുറച്ചുകൂടി കടുത്തതാകുമോ എന്നുള്ളതാണ് ഇനി വരും ദിവസങ്ങളിൽ കാണേണ്ടത്. കാരണം ഈ ശശീന്ദ്രനെ മാറ്റി തോമസ് കെ തോമസിനെ മന്ത്രിയാക്കുന്ന കാര്യത്തിൽ ദേശീയ നേതൃത്വത്തിന് വരെ അനുകൂല നിലപാട് സ്വീകരിപ്പിക്കാൻ PC ചാക്കോയ്ക്ക് കഴിഞ്ഞിരുന്നു. ആ നിലപാടിൽ മുഖ്യമന്ത്രിയുടെ ഒരു ഇടപെടൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഒരു തീരുമാനം കൂടി, അന്തിമ ഒരു നിർദ്ദേശം കൂടി പരിഗണിക്കണമെന്നുള്ള ഒരു നിർദ്ദേശം നൽകിയതും ശരത് പവാർ തന്നെയാണ്. അതിന്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത്. എന്തായാലും ശശീന്ദ്രനോടുള്ള അനുകൂല നിലപാട് മുഖ്യമന്ത്രി തുടരുന്നു എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ ഏറ്റവും ശ്രദ്ധേയമാകുന്നത്. പ്രജിത്താണ് വിവരങ്ങൾ നൽകിയത്.